ആദരണീയനായ പ്രസിഡന്റ്, കേരള ബാങ്കിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ഗോപി കോട്ടമുറിക്കൽ, ബഹുമാനായ CEO, ഭരണസമിതി അംഗങ്ങൾ ശ്രീ ഹരിശങ്കർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബാങ്കിൻ്റെ വിവിധ പ്രവർത്തകരെ, IFGയിൽ നിന്ന് നിങ്ങൾ ക്ഷണിച്ച് പ്രത്യേകമായി വന്ന എൻ്റെ സഹപ്രവർത്തകരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള പ്രകാശപൂർണമായിട്ടുള്ള ഒരു ചെറിയ ഘട്ടത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. അവാർഡുകൾ എനിക്ക് പുതിയൊരു സംഗതിയല്ല. അത് ഒരുപാട് അവാർഡുകൾ തന്ന് കേരളത്തിലെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ എന്നോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേന്ദ്ര സാഹിത്യ അക്കാദമി ഈ വർഷത്തെ മലയാളത്തിനുള്ള അവാർഡ് കവിതയ്ക്ക് അതിൽ തന്നെ എൻ്റെ കവിതയ്ക്കും തന്ന് എന്നോട് കാണിച്ച സ്നേഹാദരം ഒരു കവി എന്നുള്ള നിലയ്ക്ക് എന്നെ ആഹ്ലാദിപ്പിക്കുകയും ഏറെ ചരിതാർത്ഥനാക്കുകയും ചെയ്യുന്നു എന്ന സംഗതി മറച്ചു വയ്ക്കുന്നത് ഒരു കാപട്യമായി. അവാർഡുകൾ ഒരുപാടുണ്ടെങ്കിലും കിട്ടാറുണ്ടെങ്കിലും കവിതയ്ക്ക് കിട്ടുന്ന ഒരു അവാർഡ്, അത് കേന്ദ്രത്തിലെ സാഹിത്യ അക്കാദമി മലയാള ഭാഷയ്ക്ക് വേണ്ടിയുള്ള അവാർഡിൽ ഇത് തിരഞ്ഞെടുത്തു എന്നുള്ളത് കഴിഞ്ഞ 35 വർഷത്തിലേറെയായി കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുകയും എന്നാൽ തൻ്റെ കവിത വേണ്ടത്ര അംഗീകരിക്കപ്പെടുന്നുണ്ടോ എന്ന ശങ്കയിൽ കുറേയൊക്കെ മുഴുകുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് സാധാരണ ഒരു കവിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ ഒരു കഴഞ്ച് കൂടുതൽ സന്തോഷം എനിക്കുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നല്ലോ, 40-40 വർഷമായി കവിത എഴുതിക്കൊണ്ടിരുന്നിട്ടും ഒരു കവി എന്നുള്ള നിലയ്ക്ക് വേണ്ടത്ര എൻ്റെ കവിതകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ, വായിക്കപ്പെടുന്നുണ്ടോ എന്ന ആശങ്കയുമായി ജീവിച്ചൊരു കവിയാണ് ഞാൻ. അതിന് ഞാൻ തന്നെയാണ് അതിന് ഉത്തരവാദി. അങ്ങനെ ഒരു കവിതയുടെ രംഗത്ത് നമുക്ക് വേണ്ടത്ര ഒരു ഇരിപ്പിടം കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ എപ്പോഴും ശങ്കിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അതിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെയാണെന്ന് പറയാൻ കാര്യം, ഒരു കവിയായി ജീവിക്കണമെന്ന് ആയിരുന്നു എൻ്റെ നിർണയമെങ്കിൽ എന്തിനാണ് IAS എഴുതി പരീക്ഷ എഴുതി ജയിച്ചത് എന്ന് ഞാൻ എന്നോട് ചോദിക്കണം. IAS സിവിൽ സർവീസ് പരീക്ഷ എഴുതി അതിൽ ജയിച്ചു. കേരളത്തിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായി വന്നു. കഴിഞ്ഞ 35 വർഷമായി ഇവിടെ ജീവിച്ചു. അതെന്തിനായിരുന്നു? കവിയായിരുന്നുവെങ്കിൽ കവിയായിട്ട് മാത്രം നിന്നാൽ പോരായിരുന്നു എന്നൊരു ചോദ്യമാണ് നമ്മളെ ഉറ്റുനോക്കുന്നത്. പോട്ടെ, കവിത എഴുതിയതും പോകട്ടെ, സിവിൽ സർവീസ് കിട്ടിയതും പോകട്ടെ, പോയി സിനിമയ്ക്ക് പാട്ട് എഴുതി. ഈ രണ്ട് ഗ്ലാനികൾ അഥവാ 2 ഫിൽറ്ററുകൾ ഞാനെന്ന് പറയുന്ന കവിയുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ അംഗീകാരത്തിന് ഞാൻ പറയുന്നില്ല, എൻ്റെ കവിതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലിന് നിരൂപകർക്കിടയിലും വായനക്കാർക്കിടയിലും ഒരു ചെറിയ അളവിൽ എങ്കിലും വിഘാതം തീർത്തിട്ടുണ്ട്. അത് അക്കാദമികമായിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ്. കാരണം എൻ്റെ ജോലി എന്നുള്ളത് ഒരു ഹൈ പ്രൊഫൈൽ ജോലിയാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ കവികൾക്കും ജോലിയുണ്ട്. കവി തൊഴിൽരഹിതനായി കൊള്ളണമെന്ന് അലിഖിത നിയമമൊന്നുമില്ല. കവിക്ക് ഉപജീവനമാർഗം പാടില്ല എന്നുമില്ല. കവിത കൊണ്ട് ഉപജീവനമാർഗം നയിക്കാമെന്ന് വിചാരിച്ചാൽ അത് അല്പായുസായി പോകാൻ അതിനെപ്പറ്റി സംശയമില്ല. കാരണം കവിത കൊണ്ട് വലിയ കാശൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് കവിക്ക് ജോലി ഉണ്ടാകുന്നതിന് സമൂഹത്തിന് വിരോധമില്ല. എന്നാൽ കവിക്ക് ഒരു ഹൈ പ്രൊഫൈൽ ജോലി ഉണ്ടാകുമ്പോൾ ആ ജോലി വന്നിട്ട് ഞാനിന്നലെ ഇവിടെ പറഞ്ഞതുപോലെ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ ചില ആളുകളുണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കാൻ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ചിലർക്ക് ക്യാമറയുടെ സൂക്കേട് വന്നിട്ട് മുമ്പിൽ വന്ന് നിന്ന് കളയും എന്ന് പറയുന്നത് പോലെ, അങ്ങനെ ചില ആളുകളുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ എൻ്റെ കവിയുടെ മുമ്പിൽ വന്നിട്ട് ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കയറി നിന്ന് കളയും. അപ്പോൾ ആളുകൾ കാണുമ്പോൾ IAS ഉദ്യോഗസ്ഥനാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മലയാളികളല്ലേ IASകാർക്കൊക്കെ എന്ത് കവിത എന്ന്
അവരൊക്കെ എഴുതി അതുകൊണ്ട് അയച്ചാലും പ്രസിദ്ധീകരിക്കുക. അത് കവിത കൊള്ളാഞ്ഞിട്ടൊന്നും അല്ല, അയാളുടെ സ്ഥാനവലിപ്പം കൊണ്ട് കവിയായതാണ്, അല്ലെങ്കിൽ കവിത പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇതൊക്കെ ഒരു തരം അറിയാമല്ലോ എന്ന് അർത്ഥോക്തിയിൽ നിർത്തി എൻ്റെ കവിതയെ കുറച്ച് നിശബ്ദമായി തേജോവധം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ കാണാതിരിക്കുന്നില്ല. ഇതൊക്കെ കണ്ടു തന്നെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അതുപോട്ടെ, കവിത ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കവിത ഞാൻ എന്ത് ഉപജീവനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് നോക്കി എൻ്റെ കവിതയെ നിങ്ങൾ വിലയിരുത്തുന്നത്. എൻ്റെ കവിത കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുക, കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല എന്ന് പറയും. പക്ഷേ മനുഷ്യരല്ലേ, ചെമ്മപ്പുഴ പറഞ്ഞ പോലെ എത്രയായാലും മനുഷ്യരല്ലേ. ഈ മുൻവിധികളെല്ലാം മനുഷ്യർക്കുണ്ട്. ആ മുൻവിധികളുടെ തടവറയിൽ എൻ്റെ കവിത കുറച്ചു കാലം കിടന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ്. അപ്പോഴാണ് എനിക്ക് ഒരു നിയോഗം പോലെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ഒരു അദമ്യമായ ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് സിനിമയിൽ പാട്ട് എഴുതണം എന്നുള്ള എൻ്റെ ഒരു മോഹം. അതൊരു വളരെ മുമ്പ് തന്നെ മനസ്സിൽ കയറിക്കൂടിയ ഒരു മോഹമാണ്. എൻ്റെ അച്ഛൻ വയലാർ രാമവർമ്മയുടെ അടുത്ത സുഹൃത്താണ് എന്നുള്ളത് കൊണ്ടും വയലാറിനെ ദൂരെ നിന്നും അടുത്തു നിന്നും ഒക്കെ കണ്ട് ആരാധിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ ടൗൺ ഹാളിൽ പ്രദർശിപ്പിക്കാൻ വെച്ചപ്പോൾ 75 ഒക്ടോബർ 27 ഇവിടെ നഗരത്തിലും അതുപോലെ കേരളത്തിലൊട്ടാകെയും ഉണ്ടായ ഒരു വികാര വിക്ഷോഭം, ആ വികാരത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് കണ്ട് അന്ന് 23 വയസ്സുകാരനായ ഞാനിങ്ങനെ ഒരു കവി യശപ്രാർത്ഥിയായി നടക്കുന്ന ഞാൻ അത്ഭുതം കൂടിപ്പോയി. ഒരു ഗാനരചയിതാവിനോട് ഒരു സമൂഹത്തിന്റെ സ്നേഹം ഇങ്ങനെ അണപൊട്ടി ഒഴുകുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ഗാനരചന എന്നതൊരു മോശപ്പെട്ട കാര്യമല്ല. എനിക്കും എന്തെങ്കിലും ഒരു ഗാനരചയിതാവണമെന്ന് ഞാൻ തീരുമാനിച്ചത്, വാസ്തവത്തിൽ അവസാനമായി തീരുമാനിച്ചത് 1975 ഒക്ടോബർ 27 ഈ ഒരു കവിയുടെ 47 വയസ്സിൽ മരിച്ചുപോയ ഒരു കവിയുടെ മേൽ കേരളം അതിൻ്റെ അക്ഷയമായിട്ടുള്ള സ്നേഹം ചൊരിയുന്നത് കണ്ടപ്പോഴാണ് ഈ സ്നേഹം എനിക്കും കിട്ടണമല്ലോ എന്നുള്ള സ്വാർത്ഥതയിൽ നിന്നാവാം എനിക്കും പാട്ട് എഴുതണം എന്നൊരു മോഹം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ അതിനുമുമ്പ് ഒരു പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും സ്ഥിരമായി ഒരു പാട്ട് എഴുത്തുകാരനാവണമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ പിന്നീട് ഞാൻ 1985 മുതൽ ഒരു സർക്കാരിൻ്റെ ഉത്തരവൊക്കെ വാങ്ങിച്ച് എല്ലാ നിയന്ത്രണങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി തന്നെ ഞാൻ ഗാനരചനയിലേക്ക് വന്നു. ഒരു 10-100 പടങ്ങൾക്ക് എഴുതി. ചില പടങ്ങൾ പുറത്ത് വന്നില്ല, ചില പടങ്ങൾ പുറത്ത് വന്നു. എല്ലാ പാട്ടും നന്നായില്ല, ചില പാട്ടുകളൊക്കെ നന്നായി എന്ന് ആളുകൾ പറയുന്നു, ഇപ്പോഴും പാടുന്നു. അത് എൻ്റെ ഒരു സിഗ്നേച്ചർ സോങ് ആയിട്ട് പല പാട്ടുകൾ രൂപാന്തരപ്പെട്ടു. അങ്ങനെ ഈ സിനിമയ്ക്കുള്ളൊരു ഗുണം എന്തെന്ന് വെച്ചാൽ, ഒരു വീട്ടില് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സഹോദരനും അത്ര പ്രശസ്തനല്ലാത്ത എന്നാൽ എല്ലാവരെയും പോറ്റുന്ന ഒരു കർഷകനായിട്ടുള്ള സഹോദരനും ഉണ്ടെങ്കിൽ ഈ കർഷക സഹോദരൻ ആരും അറിയില്ല, അയാളാണ് എല്ലാവരെയും പോറ്റുന്നത്. പക്ഷേ ഈ പൊതുരംഗത്ത് നിൽക്കുന്ന സഹോദരനെ മാത്രമേ ആളുകൾ അറിയൂ. വീട് ചോദിച്ചു വന്ന മൂത്തയാള് മറ്റേയാളാണെങ്കിലും ചോദിക്കും, ഈ പ്രശസ്തനായ ഇടയാളെ ചോദിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ അപ്പോഴും എൻ്റെ കവിതയുടെ മേൽവിലാസത്തിലല്ല ചന്ദനലേപം എഴുതിയ ആളല്ലേ എന്നാണ് പലപ്പോഴും പറയുക. അപ്പോഴും കവിത പിന്നെയും ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി എന്ന് പറഞ്ഞതുപോലെ കവിതയുടെ 2ാം ഊഴം പിന്നെയും ബാക്കി എന്നുള്ളത്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ആദ്യം കയറി നിന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ 2 മേൽവിലാസം അന്വേഷിച്ച് വരുമ്പോൾ ഇന്നാരുടെ വീടല്ലേ എന്ന് ചോദിച്ചാൽ അത് ഗാനരചയിതാവാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്ന ഗാനരചനയുടെ മേൽവിലാസം, ഈ 2 മേൽവിലാസങ്ങളുടെയും പിന്നിൽ പതുങ്ങിയിരിക്കുന്ന ദുഃഖിതനായിരിക്കുന്ന ഒരു കവിയുണ്ട്. കവിയായതുകൊണ്ടാണ് ഗാനരചയിതാവാകുന്നത്. മാത്രവുമല്ല, കവി എന്നുള്ളത് അത് സമൂഹം അംഗീകരിച്ചാലും ഇവിടുത്തെ അക്കാദമിക് പാണ്ഡിത്യം അംഗീകരിക്കാൻ വിമുഖത കാണിച്ചാലും എല്ലാ കവികൾക്കും ലേശം അഹങ്കാരമുണ്ട്. അഹങ്കാരം മറ്റൊന്നുമല്ല, ഞാൻ എഴുതുന്നത് നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേചനമുണ്ട്. അപ്പോൾ പല മുൻവിധികളിൽ നിങ്ങൾ എൻ്റെ കവിതയെ അവഗണിച്ചാലും എൻ്റെ കവിതയിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുള്ള എൻ്റെ ആത്മാവിൻ്റെ അംശം ഉള്ളിടത്തോളം കാലം ആ കവിതയ്ക്ക് എന്തെങ്കിലുമൊക്കെ ശാപമോക്ഷം ഉണ്ടാവും എന്ന ഒരു ആത്മവിശ്വാസം എന്നും എനിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. കവിതയ്ക്ക് അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ലെന്നല്ല, ഒരുപാട് അവാർഡുകൾ കിട്ടി. ആശാൻ സാഹിത്യ പുരസ്കാരം ചെന്നൈയിലുള്ളവർ തന്നു, ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എങ്കിലും ഈ സിനിമാ പാട്ടിൻ്റെയും IAS-ൻ്റെയും ഈ പ്രകാശത്തിൽ എൻ്റെ കവിക്ക് കുറച്ച് തമസ്കരണം ഉണ്ടായി എന്ന സംഗതിയാണ് ഞാനിവിടെ പറയുന്നത്. അതിലെനിക്ക് പശ്ചാത്താപമില്ല. അതുകൊണ്ട് കവിതയുടെ മേഖലയിൽ കൂടുതൽ ശക്തിയോടുകൂടി നിൽക്കാനും ഒരിക്കലും കവിത എഴുതാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുതെന്ന് വിചാരിച്ചുകൊണ്ട് കാവ്യരംഗത്ത് നിൽക്കാനും ഞാൻ തീരുമാനിച്ചതും ഈ ഒരു റിയാക്ഷൻ കൂടിയാണ്. അല്ലാതെ കവിത എനിക്കൊരു ഒഴിവുകാല വിനോദമല്ല. മറ്റു സമയം വേറെ ഒന്നും ചെയ്യാൻ ഇല്ല എങ്കിൽ എന്നാൽ കവിത എഴുതി കളയാം എന്ന് വിചാരിക്കുന്ന ഒരു നേരം പോക്ക് കവി അല്ല ഞാൻ എന്ന് ഞാൻ സ്വയം വിചാരിക്കുക.
അതുകൊണ്ട് എന്താണ് പിന്നെ എനിക്ക് കവിത എന്നുകൂടി പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കണമല്ലോ. കാരണം നിങ്ങൾ ഇത്രയും പേര് വളരെ സ്നേഹത്തോടു കൂടി ഒരു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേരള ബാങ്ക് ഇങ്ങനെ ഒരു സായാഹ്നം സംവിധാനം ചെയ്തിരിക്കുമ്പോൾ എന്തിനാണ് ഞാൻ കവിത എഴുതുന്നത് എന്ന് കൂടി നിങ്ങളുമായിട്ട് പങ്കിടാനുള്ള ഒരു ഇൻറ്റിമസി ഞാൻ കാണിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാവരോടും പറയുന്ന കാര്യമൊന്നുമല്ല കേട്ടോ, എന്നാലും നിങ്ങളോട് പറയണമല്ലോ. എന്തിനാണ് ഇയാൾ കവിത എഴുതുന്നത് നിങ്ങളുടെ മനസ്സിലൂടെയും പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം കവിത എഴുതിയില്ലെങ്കിൽ രാജ്യത്ത് വല്ല ദോഷമുണ്ടോ? ആര് കവിത എഴുതിയില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു ദോഷവുമില്ല. അതല്ലാത്ത ദോഷങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കവിത തന്നെ എഴുതണമെന്നില്ല, അത് ദോഷം സംഭവിക്കുന്നില്ല, സംഭവിക്കുന്നില്ല. പക്ഷേ കവിത കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതുമില്ല. കവിത എഴുതിയത് കൊണ്ട് നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ പരിഹരിക്കാനാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ കവിത എഴുതാതിരുന്നാലോ? കവിത എഴുതാതിരുന്നാൽ ചില പ്രശ്നങ്ങളുണ്ട്, അവിടെയാണ് വിഷയം. അപ്പോൾ എന്തിനാണ് ഒരാൾ കവിത എഴുതുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. പലതരത്തിൽ നമുക്ക് സമൂഹത്തോട് ബന്ധപ്പെടാം. അത് പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് എനിക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആസ്വദിച്ച് എനിക്ക് ജീവിക്കാം. അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ അതിനകത്ത് ഇറങ്ങി നിന്ന് സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു ആക്ടിവിസ്റ്റായിട്ടൊക്കെ ജീവിക്കാം. എന്നാൽ കവി അങ്ങനെയൊന്നുമല്ല കാണുന്നത്. കവിയുടെ മനസ്സ് എപ്പോഴും, അത് കാളിദാസൻ വാൽമീകിയെ പറ്റി പറയുമ്പോൾ ഉപയോഗിച്ച രുതിതാനുസാരി കവി എന്ന വിശേഷണം എല്ലാ കവികൾക്കും, ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ കവികൾക്കും ഏറെ സത്യവും പ്രസക്തവുമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദുഃഖത്തിന്റെ വഴിയെ രോദനം, അതാണ് രുതിതാനുസാരി. അനുസാരി എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകുന്നവൻ എന്നർത്ഥം. അതിന്റെ പിന്നാലെ പോകും, രുതിതത്തിന്റെ പിന്നാലെ പോകുന്നവനാണ് കവി. രുതിതാനുസാരി കവി എന്ന് വാൽമീകിയെ പറ്റി പറയുകയാണ്. എവിടെ ദുഃഖമുണ്ടോ ആ ദുഃഖത്തിന്റെ ഉറവ എന്താണ് എന്ന് അന്വേഷിച്ച് സഞ്ചരിക്കുന്ന ഹൃദയമുള്ളവനാണ് കവി. മാത്രവുമല്ല, കവികൾക്ക്, എല്ലാ കവികൾക്കും വ്യക്തമായ, എല്ലാ നല്ല കവികൾക്കും വ്യക്തമായ നിലപാടുകളും രാഷ്ട്രീയവുമുണ്ട്. അപ്പോൾ ആരോ ചോദിച്ചു, സാറിന് രാഷ്ട്രീയമൊക്കെ പാടുണ്ടോ? കോണ്ടാക്റ്റുകളൊക്കെ ഇല്ലേ? അതൊക്കെ ഉണ്ട്, ശരിയാണ്. ഞാൻ കക്ഷി രാഷ്ട്രീയം ഒരിക്കലും പറഞ്ഞിട്ടില്ല, ജീവിതത്തിലും പറഞ്ഞിട്ടില്ല, ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ രാഷ്ട്രീയമല്ല ഈ രാഷ്ട്രീയം. വാൽമീകിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. വാൽമീകിയുടെ രാഷ്ട്രീയം എന്താണ്? ഒരു വേടൻ അമ്പെയ്ത് വീഴ്ത്തി പിടഞ്ഞു വീഴുന്ന ഒരു പക്ഷി, ആ പക്ഷിയുടെ വേദനയോടൊപ്പം നിൽക്കുകയും അതിനെ പിരിഞ്ഞ് അതിന്റെ ഇണയുടെ വേദനയോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നതാണ് വാൽമീകിയുടെ രാഷ്ട്രീയം. എന്നിട്ടോ ഈ വേദന കണ്ടിട്ട് വേടനോട് അരുത് എന്ന് പറയുന്ന, നിഷാദനോട് അരുത് എന്ന് പറയുന്ന കവിതയാണ്, ആ രാഷ്ട്രീയമാണ് വാൽമീകിയുടെ രാഷ്ട്രീയം. അതുതന്നെയാണ് എല്ലാ കവികളുടെയും രാഷ്ട്രീയം. അനീതി എവിടെയുണ്ടോ അവിടെ മാ നിഷാദ എന്ന് പറയാൻ ഒരു കവിക്ക് സാധിക്കും, സാധിച്ചേ പറ്റും. അത് പറയാതിരുന്നില്ലെങ്കിൽ കവിക്ക് ശ്വാസം മുട്ടും എന്നുള്ളതാണ്. പിന്നെ പറയുന്ന രീതിയിലുള്ള വ്യത്യാസം. ലോകത്തുണ്ടായിട്ടുള്ള സകല ദുരന്തങ്ങളുടെയും ആ ദുരന്തങ്ങളെ മുഴുവൻ ഉള്ളാലെ അനുഭവിക്കുന്നവനാണ് കവി. നമുക്ക് ദാരിദ്ര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ദുഃഖം നമുക്ക് നെഞ്ചിലേറ്റാൻ സാധിക്കും. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമായി നമ്മുടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം, അവന്റെ ഡിഗ്നിറ്റി, അവന്റെ അന്തസ്, അതൊക്കെ ചൂഷണ വിധേയമാകുമ്പോൾ, നശിച്ചു പോകുമ്പോൾ ഇവരുടെ ദുഃഖം ആരോട് പറയുമെന്ന്, ആരോടും പറയാത്ത ദുഃഖത്തെ തന്റെ ദുഃഖമായി മാറ്റാൻ ഒരു കവിക്ക് സാധിക്കണം. എന്റെ രാഷ്ട്രീയം അത് തന്നെയാണ്, അല്ലാതെ രാഷ്ട്രീയമല്ല. സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്, കണ്ണുനീരിന്റെ രാഷ്ട്രീയമാണ്, അനുതാപത്തിന്റെ രാഷ്ട്രീയമാണ്, മാനവികതയുടെ രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാലും കൊള്ളാം, സ്നേഹത്തിന്റെ ഐഡിയോളജി, പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാലും കൊള്ളാം. ഈ സ്നേഹത്തിന്റെയും അനുതാപത്തിന്റെയും പ്രത്യയശാസ്ത്രമാണ് ഏതൊരു കവിയെയും നയിക്കേണ്ടത്. ആ അർത്ഥത്തിൽ കേരളത്തിന്റെ സമൂഹത്തിൽ, ഭാരതത്തിന്റെ ഇന്നത്തെ സമകാലികമായ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആത്മാഭിമാനത്തിന് വേണ്ടി നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള നല്ല കാലങ്ങളെ പറ്റി എല്ലാം ഓർത്ത് വിലപിക്കുവാനും അത്തരത്തിലുള്ള സെൻസിറ്റൈസേഷൻ, സമൂഹത്തിന്റെ മനസാക്ഷി ഉണർത്തുവാനും ഒക്കെ എൻ്റെ കവിത കൊണ്ട് സാധിച്ചുവെങ്കിൽ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഒരു കുറച്ച് മൺതരിയെങ്കിലും ഈ സേതു ബന്ധനത്തിന് വേണ്ടി അവിടെ നിക്ഷേപിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന വിചാരത്തോടു കൂടി വളരെ വലിയ പ്രശ്നങ്ങളെ നമ്മുടെ ഹൃദയത്തിന്റെ ചുമലിൽ ഒതുക്കി അതിനെ വൈകാരികമായി പ്രതികരിച്ച് അവതരിപ്പിക്കുക എന്ന വലിയ ദൗത്യം തന്നെയാണ്, സമൂഹത്തിന് വേണ്ടി തന്നെയാണ് കവി കവിത എഴുതുന്നത്, അല്ലാതെ അയാളുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ ആത്മസംതൃപ്തിക്ക് വേണ്ടി എഴുതും. നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എഴുതുന്ന കവിതകൾ മികച്ച കവിതകളാകാത്ത കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ നാർസിസിസ്റ്റിക് ആയിട്ട് നമ്മുടെ മാത്രം പ്രണയം, നമ്മളെ പ്രേമിച്ച പെണ്ണ്, അവളെ എന്നെ നോക്കാത്തതിന്റെ ദുഃഖം, അവളെ ആരോ കല്യാണം കഴിച്ചുകൊണ്ട് പോയ ദുഃഖം, ഇതൊന്നും നല്ല കവിതയ്ക്കുള്ള വിഷയങ്ങളല്ല. അതൊക്കെ ആ പ്രായത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ കവിത എഴുതുകയാണ്. അതൊന്നും ഉത്തമ കവിതയല്ല. അതൊക്കെ കവിത എഴുതാനുള്ള ചില പരിശ്രമങ്ങൾ മാത്രം.
ഞാനും ഇതേ ഘട്ടത്തിലൂടെ കടന്നുപോയി. പിന്നീട് കുമാരനാശാനെയും മഹാകവി ടാഗോറിനെയും ഒക്കെ പരിചയപ്പെട്ട് ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചപ്പോഴാണ് ഇങ്ങനെയൊന്നും അല്ല കവിത എഴുതേണ്ടതെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് കൽപ്പിച്ചു. ആശാൻ കവിതയാണ് വാസ്തവത്തിൽ എനിക്ക് മാതൃകയായ കവിത. ആശാനോട് ഞാൻ താരതമ്യം ചെയ്യുകയല്ല. കാരണം ഈ ആശാനും വള്ളത്തോളും ഉള്ളവരും ഒക്കെ ഒരേ കാലഘട്ടത്തിൽ എഴുതിയവരാണെങ്കിലും കവിത്രയം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആശാന്റെ കവിത അനശ്വരമാകുന്നത് എന്തുകൊണ്ട്? അന്തർസംഘർഷങ്ങളുണ്ട്. ആശാൻ അനുഭവിച്ച അന്തസംഘർഷമാണ്. അന്ന് എനിക്ക് മനസ്സിലായി, അന്തസംഘർഷമില്ലാതെ കവിത എഴുതിയാൽ അത് അന്തസാര ശൂന്യമായിരിക്കും എന്നുള്ളത് മനസ്സിലായവനാണ് ഞാൻ. എനിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ എന്താ സംഘർഷം? ഈ കൊച്ചു കൊച്ചു സംഘർഷങ്ങളാണ്, ഇത്രയേ ഉള്ളൂ. അത് ഒരു കവിതയ്ക്ക് വിഷയമാണ്. പക്ഷെ പിന്നീട് ഞാൻ IAS കടന്നപ്പോൾ ഞാൻ കവിത എഴുതാൻ മടിച്ചു നിന്നു. കുറേ കാലം 10 വർഷത്തോളം കവിത എഴുതിയില്ല. IAS കടന്നു വന്നപ്പോൾ എനിക്കൊരു വലിയ സംഘർഷം ഉണ്ടായി. എന്താണ് സംഘർഷം എന്ന് ചോദിച്ചാൽ, ഈ IAS എന്നൊക്കെ പറയുന്ന ഒരു ഭ്രമാത്മകമായ ലോകമാണ്. ആളുകളെ വഴിതെറ്റിക്കാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട. സകല സെറ്റിങ്സും ഉണ്ട്. പോലീസുകാരൻ വരുന്നു, സല്യൂട്ട് ചെയ്യുന്നു, കാർ വരുന്നു, ഡ്രൈവർ വരുന്നു. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഈ പാളയം തൊട്ട് യൂണിവേഴ്സിറ്റി ഓഫീസ് തൊട്ട് കിഴക്കേക്കോട്ട് വരെ ദിവസവും നടന്ന് സകല പ്രസംഗങ്ങളും കേട്ട്, സകല കവിസമ്മേളനം കേട്ട്, എല്ലാ ബുക്ക് സ്റ്റാളിലും കയറി നോക്കി, സകല ചായക്കടയിലും കയറി ചായയെ കുടിച്ച് നടന്ന് ഞാൻ പെട്ടെന്ന് പോലീസ് കവചത്തിലായി പോയപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. ജനങ്ങളുമായിട്ടുള്ള ബന്ധം കംപ്ലീറ്റ് വിട്ടുപോയപ്പോൾ ജനങ്ങൾക്ക് നമ്മളെ കാണുമ്പോൾ ഭയഭക്തി ബഹുമാനമല്ലാതെ സ്നേഹമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 1986 എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ പേര് തന്നെ ഒറ്റപ്പെട്ടവൻ്റെ പാട്ടെന്നാണ്. അപ്പോൾ പലരും ചോദിച്ചു, ഇത് നാട്യമാണ്, എന്ത് ഒറ്റപ്പെടൽ? സബ് കളക്ടർക്ക് എന്ത് ഒറ്റപ്പെടൽ? കളക്ടർക്ക് എന്ത് ഒറ്റപ്പെടൽ? ഒറ്റപ്പെടൽ വൈകാരികമാണ്. നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് അകലുന്നു പോയെന്നൊരു വിചാരം. സാധാരണ മനുഷ്യന്റെ ദുഃഖങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. പേപ്പറിലൊക്കെ എന്തോ കാണുന്നുണ്ട്, എഴുതുന്നു. അതിൽ ഞാൻ അതിജീവിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, പിന്നീട് ജില്ലാ കളക്ടറായപ്പോൾ എനിക്ക് തോന്നി ഈ ഭരണകൂടത്തിന്റെ ഭാഗമായിരിക്കുന്നത് ഒരു മഹാഭാവമൊന്നുമല്ല. അത് ആളുകളിൽ നിന്ന് അകലേണ്ട കാര്യവുമില്ല. ഇതേ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മളിലെ കവി പറയുന്ന വഴിയെ നടക്കുമെങ്കിൽ, എത്രത്തോളം അനുതാപത്തോടു കൂടി നമ്മൾ ഭരണത്തെ സമീപിക്കുമെങ്കിൽ, അധികാരം മനുഷ്യരിൽ നിന്ന് അകലാനല്ല അടുക്കാനുള്ള ഉപകരണമാക്കി മാറ്റാമല്ലോ എന്നൊരു വെളിപാട് എനിക്ക് ഉണ്ടായതോടു കൂടിയിട്ടാണ് ഞാൻ തരക്കേടില്ലാത്തൊരു ഉദ്യോഗസ്ഥനായി മാറിയത്. ആ വെളിപാടാണ്. മറ്റൊരർത്ഥത്തിൽ എന്നിലെ ഉണർന്നിരിക്കുന്ന കവിയാണ് എന്നെ മോശപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാകാൻ അനുവദിക്കാത്തത് എന്നുള്ളതാണ്. മനുഷ്യത്വം തീണ്ടാത്ത ഒരു തീരുമാനവും എടുക്കാൻ എന്നിലെ കവി എന്നെ അനുവദിക്കുകയില്ലെന്ന് മാത്രമല്ല, എന്നെ ഓടിച്ചിട്ട് തന്നെ. അതാണ്. അപ്പോൾ നമുക്ക് അപാരം ആ ഒരു ആത്മസംഘർഷമുണ്ട്. നമ്മുടെ അധികാരം എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് അകലാനല്ല, മനുഷ്യ ജീവിതത്തിലേക്ക് ഇണങ്ങാനുള്ള ഒരു വഴിയായി കാണുന്നത് കൊണ്ട് ഈ IAS ട്രാപ്പിംഗ്സ് ഓഫ് പവറും പത്രാസും ഒന്നും മനസ്സിലേക്ക് കയറാതെ ജീവിക്കാൻ എനിക്ക് സാധിച്ചതിൻ്റെ രഹസ്യം അതാണ് എന്ന് ഈ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ 73-ാം വയസ്സിൽ എനിക്ക് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ജീവിതം എന്നെ നേർവഴിക്ക് നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് കവിതയുടെ ആന്തരികമായിട്ടുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ഒരു വിളക്ക് അണഞ്ഞു പോകാതെ സൂക്ഷിക്കാനും ജീവിതവുമായിട്ടുള്ള ജൈവബന്ധം നിലനിർത്താനും നമുക്ക് സാധിക്കുന്നത്. എവിടെയെല്ലാം അനീതികളുണ്ടോ അവിടെയെല്ലാം എനിക്കാവുന്ന തരത്തിൽ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം എഴുതാനോ ആക്ടിവിസത്തിലേക്ക് പോകാനോ അല്ല, എനിക്കാവുന്ന വിധത്തിൽ അതിനോടെല്ലാം പ്രതികരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആരോ ചോദിച്ചു, കോൺട്രാക്ട് റൂളിന് വിരുദ്ധമല്ലേ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ അഴിമതിക്കും കൂട്ടു നിൽക്കാവുന്ന കോൺട്രാക്ട് റൂളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല? പറഞ്ഞിട്ടില്ല. ഗവൺമെന്റിന്റെ നയത്തിനെ എതിർക്കരുതെന്നുള്ളൂ, അത് നമ്മൾ എതിർത്തിട്ടില്ല കേട്ടോ. ഗവൺമെന്റിന്റെ നയം ഈ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യലല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മാനവികത സർക്കാരിന്റെ നയത്തിനെതിരല്ല എന്ന് മാത്രമല്ല, ഭരണഘടന എന്താണെന്ന് പറയുന്നത്, വി ദ പീപ്പിൾ, ആളുകൾക്ക് വേണ്ടി, ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സാമൂഹ്യ നീതി എവിടെ ഹനിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം പ്രതികരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത ഞാൻ അറിയാതെ നിറവേറ്റിയതാണ് എൻ്റെ കവിതകൾ എന്ന് എനിക്ക് തോന്നുകയാണ്. ഒരു കൊച്ചു കവിത വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ദീർഘമായി പറഞ്ഞു പോകാൻ സാധിക്കും എങ്കിൽ ഞാൻ ഇന്ന് ആ സാധ്യതയിലേക്ക് കടക്കുന്നില്ല. ഭൂപടം എന്നൊരു കൊച്ചു കവിത വായിക്കുമ്പോൾ കൊച്ചു കവിത എടുക്കണം, അല്ലെങ്കിൽ ആളുകൾക്ക് ബോറടിക്കും. അപ്പോൾ ഭൂപടം. സമ്മാനം കിട്ടിയ പെൻസിലുകളും ചായപ്പെട്ടിയുമായി കുഞ്ഞുമകൾ വന്ന് ചോദിച്ചു. സമ്മാനം കിട്ടിയ പെൻസിലുകളും ചായപ്പെട്ടിയുമായി കുഞ്ഞുമകൾ വന്ന് ചോദിച്ചു, എന്ത് വരയ്ക്കും, എന്ത് നിറം കൊടുക്കും? ഇന്ത്യയുടെ ഭൂപടം വരയ്ക്ക് ഞാൻ ആശയം കൊടുത്തു. കുറെ കഴിഞ്ഞ് അവളുടെ മുറിയിൽ ഞാൻ ചെന്നു. പെൻസിലുകൾ തൊട്ടിരുന്നില്ല. എല്ലാ നിറങ്ങളും ഇറങ്ങലിച്ചിരുന്നു, ഒന്നൊഴികെ. അവൾ ക്ഷീണിച്ചുറങ്ങിപ്പോയിരുന്നു. കറുത്ത ഇന്ത്യയിൽ മുഖമമർത്തി നിർഭയായി സൗമ്യയായി. അതാണ് ഇന്ത്യയുടെ ഭൂപടം. കറുത്ത ഇന്ത്യയിൽ മുഖമമർത്തി അവൾ ഉറങ്ങി നിർഭയയായി. ഇന്ത്യൻ അവസ്ഥയുടെ ഒരു ചെറിയ പരിച്ഛേദം അവർ കറുത്ത ഭൂപടത്തിലൂടെ കാണിക്കാൻ ഒരു കവിക്കാകുമെങ്കിൽ അതും എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരു കവിയാണ് ഞാൻ. ഒരു വിഷയവും ഒരു പ്രശ്നവും കവിയുടെ മനസ്സിന് അന്യമല്ല.
അതുകൊണ്ട് ഈ ജീവിതത്തിൽ ആഴ്ന്നിറങ്ങാനും ഈ ജീവിതത്തിന്റെ സമസ്ത ദുഃഖങ്ങളും നമ്മൾ നെഞ്ചിലേറ്റി അതിന് കാവ്യാവിഷ്കാരം കൊടുക്കാനും സാധിക്കണമേ എന്ന പ്രാർത്ഥനയോടെ കേന്ദ്ര സാഹിത്യ അക്കാദമി എനിക്ക് തന്ന ഈ പുരസ്കാരത്തെ പ്രകീർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എനിക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു വലിയ ആദരവും അംഗീകാരവും സ്നേഹാതിരകവും എന്നും ഈ സായാഹ്നം എൻ്റെ ഹൃദയത്തിൽ മുദ്രിതമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്നേഹത്തിന് പകരം തരാൻ നല്ല കവിതകൾ എഴുതാമെന്ന വാഗ്ദാനം മാത്രമേ എനിക്കുള്ളൂ എന്ന് മാത്രം പറഞ്ഞു